ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശീതൾ എൽസ ഒഫീഷ്യൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ തംബ്നെയിലിൽ കണ്ട പോലെ ആക്ച്വലി ഭയങ്കര സങ്കടത്തോടെ ഉള്ള ഒരു വീഡിയോ ആണ്. ഏകദേശം ഒരു 2.5-3 ലക്ഷം രൂപയോളം നഷ്ടം വന്നു എന്നുള്ള സെറ്റപ്പില് ഞങ്ങൾ ഇരിക്കുവാണ്. എന്തുവാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റീസെന്റ് ആയിട്ട് വിനുവിന് ആപ്പിളിന്റെ മാക്ബുക്ക് 4 പ്രോ M4 എടുത്തിരുന്നു നമ്മള്. ഏകദേശം ഒരു 2.5-3 ലക്ഷം രൂപയോളം നമുക്ക് അതിന് ആയി. 3 മാസം ആവുന്നതിന് മുമ്പ് ആ സാധനം വർക്ക് ആവുന്നില്ല. അതിന്റെ ഡിസ്പ്ലേ ഒറ്റ പോകും. നമ്മളൊന്നും ചെയ്തിട്ടില്ല. സംഭവം ഉച്ചവരെ ഓക്കെ ആയിരുന്നു. അപ്പൊ നമ്മള് ചാർജ് ചെയ്തിരിക്കുകയായിരുന്നു. ചാർജ് ഫുള്ളായി കഴിഞ്ഞു. അപ്പൊ ഞാൻ പ്ലഗ് ഒക്കെ ഒരു മാറ്റി നേരെ പുറത്തേക്ക് ഒന്ന് പോയി. അപ്പം ലാപ്പ് അടച്ചിട്ടില്ല, ഓണാക്കി ഇട്ടിരിക്കുവായിരുന്നു. പുറത്ത് പോയി ഒരു 1 അവർ തിരിച്ചു വന്നപ്പോഴത്തേക്ക് കൊണ്ട് ലാപ്പ് ഡിസ്പ്ലേ ഓൺ ആവുന്നില്ല. അപ്പൊ നമുക്ക് ഓൾറെഡി സ്ലീപ്പ് മോഡ് ആയിരിക്കുമല്ലോ, കുറച്ചു നേരം ഇനാക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡിസ്പ്ലേ ഓട്ടോമാറ്റിക് ഓഫ് ആയി പോകുമല്ലോ. അപ്പൊ ഞാൻ നേരെ കീബോർഡ് ഞെക്കി, അനക്കമൊന്നുമില്ല, മൗസിക്ക് അനക്കമൊന്നുമില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ പണിയിട്ട് മനസ്സിലായി. അപ്പം കുറെ നോക്കിയപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞത് ഇതൊക്കെ നോർമൽ സംഭവമാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് അറിയാൻ പറഞ്ഞത് ഡിസ്പ്ലേ ആണെന്നാ പറഞ്ഞത്. നമുക്കിപ്പോൾ എന്തായാലും ഒന്ന് ഇത് റിപ്പയർ ചെയ്തേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. നമുക്ക് കുറച്ച് പെൻഡിങ് ഒക്കെ നമുക്കുണ്ട്. അപ്പം നമുക്ക് റിപ്പയർ ചെയ്യാണ്ടിരിക്കാനും പറ്റത്തില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് റിപ്പയർ ചെയ്യാൻ പോകണം. പക്ഷേ ഒറ്റ ഇഷ്യൂ ഉള്ളൂ, ഞങ്ങൾ കുറെ വീഡിയോ ഉണ്ടായിരുന്നു ഈ ആപ്പിള് സർവീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വാറണ്ടി ഉണ്ടെങ്കിൽ പോലും നമുക്ക് മര്യാദക്കുള്ള വാറണ്ടി അല്ലെങ്കിൽ ഫ്രീ സർവീസ് നമുക്ക് തരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ കാര്യം ന്യായം പറഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിവാക്കും. പക്ഷെ ചിലർ പറയുന്നത് നല്ല ഇതാണ്, നല്ല സർവീസിങ് ആണ്, ഓക്കെ ആണ്, നിങ്ങൾക്ക് വാറണ്ടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സർവീസ് ചെയ്ത് തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുവരെയായിട്ടും ഇങ്ങനൊരു സംഭവം നമുക്ക് ഡയറക്റ്റായിട്ട് ഫേസ് ചെയ്ത് വന്നിട്ടില്ല. ഇതുവരെ ആപ്പിൾ പ്രൊഡക്റ്റ് ആണെങ്കിലും എന്തൊരു സാധനമാണെങ്കിലും നമുക്ക് അങ്ങനെ ഡാമേജ് വന്നിട്ട് വാറണ്ടി ക്ലെയിം ചെയ്യേണ്ടി വന്നിട്ടില്ല. സോ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. എന്താവുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഇവരെ പോലെ അലമ്പാകുമോ എന്നും നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ നമുക്ക് എളുപ്പം കിട്ടുമായിരിക്കും, ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും. സോ നിങ്ങളും ഇതുപോലെ ഇത് ഫേസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഒപ്പം വരും, വീഡിയോയിൽ കണ്ടിട്ട് എങ്ങനെയാണെന്ന് നമുക്കിത് അറിയാം. എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷെ പുതിയൊരു സാധനം വെറുതെ ഇരുന്നിട്ട് അടിച്ചു പോയത് ഭയങ്കര ഒരു ഇതായിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം താഴെ വീണിട്ടില്ല, വെള്ളം വീണിട്ടില്ല, ഒന്നും നമ്മുടെ സൈഡിൽ നിന്ന് പറ്റിയിട്ടില്ല. വർക്ക് ചെയ്തോണ്ടിരുന്ന ഒരു സാധനം പെട്ടെന്ന് അങ്ങ് പോയി. അതെന്ത് പൊന്നെ മര്യാദ കേടല്ലേ അത് ആന്ന്. അപ്പൊ നമുക്ക് പോവാ എന്തായാലും. അപ്പൊ നമുക്ക് റെഡി ആവാൻ ഞാൻ കുഞ്ഞിന്റെ ഡയപ്പറൊക്കെ മാറ്റി റെഡിയാക്കി കൊണ്ടുവരാം. ഡയപ്പർ മാറ്റിക്കോ, പക്ഷെ ഇവനെ കൊണ്ടുപോകണം. അതെന്ത്? അത് വേറൊന്നുമല്ല, ഞങ്ങൾ അവിടെ മാത്രമല്ല പോണത്, ഞങ്ങൾക്ക് കുറെ സ്ഥലത്ത് എക്സ്ട്രാ ഇനിയും പോകാനുണ്ട്. അപ്പം മൊത്തം അലച്ചിലായിരിക്കും. അപ്പം ആ അലച്ചിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി അവന് ഇറിറ്റേഷനെ ചുമ്മാ കരയത്തേ ഉള്ളൂ. അതിലും ഭേദം അവൻ ഹാപ്പി ആയിട്ട് വീട്ടിൽ ഇരിക്കുന്ന. എന്നാ പിടി, ഞാൻ ഡയപ്പർ എടുത്തോണ്ട് മാറ്റാം. നമുക്ക് ഡയപ്പർ മാറ്റാം, അമ്മ എടുത്ത് മാറി സങ്കടം വരും. അപ്പൊ ഇതാണ് കറന്റ്ലി നമ്മൾ കുഞ്ഞിന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയപ്പർ. ഇത് ലവ് ലാപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡയപ്പർ ആണ്. ഇപ്പൊ ഞാൻ കുഞ്ഞിന് ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലവ് ലാപ്പിന്റെ സുപ്രീം ഡയപ്പർ പാൻസ്. ഞാൻ കുഞ്ഞിന് പകലും രാത്രിയും ഡയപ്പർ യൂസ് ചെയ്യാറുണ്ട്. കൂടുതലും രാത്രിയിലാണ് യൂസ് ചെയ്യുന്നത്, കാരണം രാത്രി ഉറക്കം ഡിസ്റ്റർബ് ആകാതിരിക്കാൻ ഇത് നല്ല ഹെൽപ്ഫുൾ ആണ്. ഈ ഡയപ്പറിൽ 5 ലെയർ ഓഫ് അബ്സോർപ്ഷൻ ഉണ്ട്. സോ അത് അവന് ഡ്രൈ ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇതിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് സോഫ്റ്റ് ആൻഡ് സ്കിൻ ഫ്രണ്ട്ലി ആണ്. സോ റാഷസ് പ്രോബ്ലം ഇതുവരെ അവന് വന്നിട്ടില്ല ഇത് യൂസ് ചെയ്തിട്ട്. പിന്നെ ഇതിൽ വെറ്റ്നെസ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതിലെ യെല്ലോ ലൈൻ ബ്ലൂ ആയിട്ട് മാറിയാൽ അതിന്റെ അർത്ഥം ഡയപ്പർ ഫുൾ ആയി എന്നാണ്. ലവ് ലാപ്പിന്റെ ഈ സുപ്രീം ഡയപ്പർ പാൻസ് നമുക്ക് വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് എന്തുമാത്രം അബ്സോർപ്ഷൻ ഉണ്ട്, എന്തുമാത്രം ഡ്രൈ ആക്കി വെക്കുന്നു. ഓൾസോ ഇത് ലീക്കേജ് പ്രൂഫ് ആണ്. ഇത് എന്തുമാത്രം ബ്രീത്തബിൾ ആണെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ക്ലിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുമല്ലോ. പിന്നെ ഇത് ഈസി ആയി തന്നെ ഡിസ്പോസ് ചെയ്യാൻ ഇതിൽ തന്നെ ഒരു ടേപ്പും കൊടുത്തിട്ടുണ്ട്. അത് അടിപൊളിയാണല്ലേ. ഇത് നല്ല അഫോർഡബിൾ ആണ്. ഇത് വാങ്ങിക്കണം എന്നുള്ളവർക്ക് lovelab.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് വ്ലോഗിലേക്ക് പോവാം. നമ്മുടെ പണി പാളിയിട്ടുണ്ട് കേട്ടോ, വെട്ടമില്ല കേട്ടോ. വളരെ കൃത്യസമയത്ത് എത്തിയതുകൊണ്ട് സർവീസുകാരൊക്കെ വീട്ടിൽ പോയി. നാളെ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതാണോടാ നിന്നോട് നേരത്തെ ഇറങ്ങാൻ. ഇറങ്ങിയപ്പോ ഞാനും ഇറങ്ങി, അല്ലാണ്ട് എനിക്ക് നേരത്തെ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ട്വീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടാ. എന്നാ ആരുടെയാണ് ലാപ്ടോപ്പ്? എവനൊരു ഉത്തരവാദിത്വം വേണ്ടേ? വേണോ വേണ്ടേ? ഞാൻ പറഞ്ഞ ഞാൻ നാളെ വരത്തുന്നില്ല, നീ തന്നെ കൊണ്ട് കൊടുത്താൽ മതി. അല്ലേ എന്തായാലും വന്നാലോ വേറെ എന്തെങ്കിലും മേടിച്ചിട്ട് പോവാം. ബുക്ക് വായിക്കുന്നത് എപ്പോഴും നല്ല ശീലമാണ്. എനിക്കാണെങ്കിൽ കുറച്ചാളായിട്ട് ഉറക്കമൊന്നും അങ്ങ് ശരിയാവുന്നില്ല. അപ്പൊ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വായിച്ച് പെട്ടെന്ന് ഉറങ്ങാമല്ലോ. അങ്ങനെയല്ല, പിന്നെ
ബുക്ക് വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് നല്ല കാമാവും. അപ്പൊ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അതെ അതെ സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഒരു സംശയവും ഇല്ലല്ലേ. അപ്പൊ വാ, ബുക്കുണ്ട് കേട്ടോ, എല്ലാം ഇംഗ്ലീഷ്. നമുക്ക് മലയാളത്തിലോട്ട് പോകാം. മലയാളം നോക്കുക, നമുക്ക് മാതൃഭാഷ മറക്കരുത്. ഇംഗ്ലീഷ് മലയാളം ബസ് സ്കൂളിൽ ഡിഗ്രി വരെ ഇംഗ്ലീഷാണ് കേട്ടോ പഠിച്ചത്. രാത്രി 12 ശേഷം. രാത്രി 12 ശേഷം എന്ത് 12:30? 12:05. ഏത് മലയാളം പുസ്തകം? രാവെന്ന് കെനഡി. ഞാൻ ഓർത്ത് എന്തോ രാവണന്റെ കഥയുണ്ട്. രാവിലെ നോക്കതേ രാവെന്ന് കെനഡി. രാവിലെ ഇതാ ഒരെണ്ണം എടുക്കാം. ഇത് ആക്ച്വലി ഞാൻ ഇൻസ്റ്റയിലായിട്ടൊരു റീല് കണ്ടു. ഇതിന്റെ പ്രൊമോഷൻ ആണോന്ന് എനിക്ക് അറിയത്തില്ല. പകുതി വരെ വായിച്ചിട്ട് കണ്ണീര് കുടുകൂടാ വന്നതിന് ശേഷം ബാക്കി വായിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര നെഞ്ചിരിപ്പ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ച് വായിച്ചോണ്ടതിനിടയിൽ വല്ല ശ്വാസം മുട്ടോ ആസ്മയോ അറ്റാക്കോ ആയിരിക്കും. പിന്നീട് മനസ്സിലായി ബുക്ക് വായിച്ചിട്ട് സ്റ്റക്കായി. പഴയ ബുക്കായിരുന്നു, ആസ്മ പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ, ഇത് ആരോ വായിച്ചിട്ട് വെട്ടിട്ടേക്ക്. അത് കച്ചടിയാണോ? അല്ലല്ലോ, എഴുതിട്ട് ആരോ മേടിച്ചോണ്ട് തിരിച്ചോണ്ട്. ഇല്ലല്ലോ, അങ്ങനെ ഒരു പേജേ ഇല്ല. അതെന്തോ അപ്പൊ പിന്നെ ഇതിലില്ല. ഇതിനുണ്ട്. അയ്യോ സോറി, നമ്മ തെറ്റിദ്ധരിച്ചു കേട്ടോ. ഇതിന്റെ പതിപ്പ് അങ്ങനെ ആയിരുന്നു. ഇതിങ്ങനെയാട്ടോ ഇതിന്റെ. ഓ, ഇത് പച്ചപ്രണയം, പച്ചത്തെറി എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. ക്രിയേറ്റീവ്, റൈറ്റ്? ഈ ക്രിയേറ്റിവിറ്റി ആണ് നമ്മളത് തിരിച്ചോടെ വെച്ച്. ഇതുപോലെ എത്ര ഈ ബുക്ക് വിറ്റ് പോണ്ടിട്ടുണ്ടാവും. വിജയ സെമിയില്ലേ സുറ, അതിന്റെ ബുക്ക് ഉണ്ട് ഇവിടെ, വാങ്ങണോ? ആ നോക്ക്, ആ സുറ എടുത്താലാ നമ്മുടെ ബലതിരടി പേര് കേട്ടാൽ പിടിക്കും. ഇതെടുത്താലോ? ഒരിടയ്ക്ക് ഇത് ഭയങ്കര ട്രെൻഡായിരുന്നു. ഇരിപ്പുണ്ടല്ലോ വീട്ടിൽ, ഇത് കൊറേ ഉണ്ട്. ഒരു 10 മാസത്തേക്ക് ഉറങ്ങാം. വേണോ? ഏതാ? നമ്മുടെ ധോണിയുടെ ബുക്ക് കൊണ്ടുവരണം. ധോണിയുടെ സിനിമ ധോണി. ഇയാൾക്ക് ഇല്ലാത്തൊരു സംഭവത്തിന്റെ ബുക്ക് കിട്ടി, വാങ്ങിച്ചാലാ? എടുക്ക്, ആവശ്യം വരും. എടുക്ക്. 899 രൂപ. ശരിക്കും ഇഷ്ടംപോലെ ബുദ്ധി ഉണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിയില്ല. എനിക്ക് ഇഷ്ടം പോലെ ബുദ്ധിയുണ്ട്. ചുമ്മാ ആരാ പറഞ്ഞു സിനിമയ്ക്ക് ബുദ്ധിയില്ലെന്ന്? ഏത് നാറിയാ പറഞ്ഞ ബുദ്ധിയില്ലെന്ന്? മൊത്തം ബുദ്ധിയാണ്. ഇയാൾക്ക് വല്ല ലാംഗ്വേജും കിട്ടിയായിരുന്നു? ഞാൻ മലയാളം മാത്രം നോക്കണമല്ലോ. എനിക്ക് കിട്ടി ലാംഗ്വേജ്. നോക്ക്, കിട്ടി ലാംഗ്വേജ്. ഇനി മിനിക്കുട്ടി ഇങ്ങനെ ചളി പറഞ്ഞെടുക്കുന്ന എല്ലാ ബുക്കും ഞാൻ മേടിച്ചു കൊടുക്കുന്നു. 899 രൂപ. ലാംഗ്വേജ് ഒക്കെ എന്തിനാ? നമ്മ ഭാഷ, മാതൃഭാഷ, സൂപ്പർ ഭാഷ മലയാളം. വെക്ക ഇവിടെ നോക്കടാ. താറിഞ്ഞായിരുന്ന പണ്ടൊരു പ്രാവശ്യം ഇവിടെ ഇന്ത്യ കളഞ്ഞു പോയതാ. അങ്ങനെ ഒരാളൊരു ബുക്ക് എഴുതി, ആ ബുക്ക് വഴിയാണ് നമ്മളെ ഇന്ത്യ കണ്ടുപിടിച്ചത്. ഇന്ത്യയെ കണ്ടോ? ഇന്ത്യ പണ്ടപ്പോഴും കളഞ്ഞു പോയതായിരുന്നു. പൈസ കളയാണ്ടിരിക്കാൻ ഞാൻ എന്ത് ചരിത്രം പഠിക്കും? ഇത് കാണുന്ന വ്യൂവേഴ്സ് മനസ്സിലായിരിക്കും, എന്റെ പൊന്നു ചേച്ചി ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തോണ്ട് ഇറങ്ങി. അത് വരെ ഞങ്ങൾ സഹിക്കണോന്ന്. അതെ, ബുക്ക് എടുക്കാണ്ട് ഇറങ്ങി അത്ര കൊടുക്കാം മക്കളെ, ഒറ്റ വിട്ട്. ഞാൻ അങ്ങനെ ഒരു 3 ബുക്ക് എടുത്തു. നോക്കിയപ്പോ ഒരാൾ അവിടെ തപ്പി നോക്കി നടന്നൊരു ബുക്ക് എടുത്തിട്ടുണ്ട്. അത് ഏതാന്ന് നമുക്ക് ചോദിക്കാം. ഹലോ മിസ്റ്റർ വിനു സാർ, താങ്കൾ ഒരു ബുക്ക് തപ്പിയെടുത്തത് നമ്മൾ കണ്ടു കേട്ടോ. അത് ഏതാണെന്ന് കാണിച്ചേ. കാണിക്കേ. ആഹാ, ടോട്ടോ ചാന്റെ കഥ കൊള്ളാട മക്കളെ. നിനക്ക് പറ്റുകയും ചെയ്യും. നീ വായിച്ച് പഠിക്കാൻ നമ്മുടെ അമ്പടുമോന് പറഞ്ഞു കൊടുക്കാനോ? അതെ അതെ അതെ. ഇത് ഞാൻ 3 ബുക്ക് എടുത്തു. ഇടയ്ക്ക് 10 മാസം ഉറങ്ങാനുള്ളതുണ്ട്. പോയി 2 റൗണ്ട് എടുത്തിട്ട് വരാം കേട്ടോ. ബുദ്ധിയുള്ളവര് നല്ല കട്ടികളൊക്കെ വാങ്ങിക്കും. നിന്റെ ബുദ്ധിക്ക് നിനക്ക് ഇത് മതി. 5 ബുക്കും കൊണ്ട്
താങ്ക് യു. അങ്ങനെ നമ്മൾ മേടിച്ചിറങ്ങിയിട്ടുണ്ട്. ബില്ല് ചെയ്യാൻ നിന്നപ്പോൾ അവിടുത്തെ പയ്യൻ പറയാ വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ വീഡിയോ എടുക്കാൻ പാടില്ല? ഇല്ല. എന്നിട്ട് എടുത്തപ്പോ എന്താ പറയാതിരുന്നേ? അപ്പൊ ചിരിക്കണം. ഇതിനു മുമ്പ് ഞങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ പറഞ്ഞിട്ടുണ്ടാവല്ലേ? ഞങ്ങൾ ഇടും കേട്ടോ, എത്ര നേരം ഇട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ല. എഴുതാണ്ട് നമ്മൾ എങ്ങനെ അറിയും? അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ പറയണം. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പറ്റും? എന്തായാലും നമ്മൾ ഇറങ്ങിയ കാര്യം നടന്നില്ല. സോ അതിന് നമ്മൾ ഇനിയിപ്പോ നാളെ ഞാൻ ഇറങ്ങുമെന്ന് അറിയത്തില്ല. ഞാൻ ഇപ്പൊ ഇന്നലെ തന്നെ പറഞ്ഞതായിരിക്കും. എനിക്കൊരു പെർഫ്യൂം വാങ്ങിക്കണം. ഞാൻ കുട്ടിയോട് നേരത്തെ പറഞ്ഞായിരുന്നു. ഇതിലൊക്കെ ഇവിടെ നല്ല പുറത്ത് പോയി കട നോക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അത് മേടിക്കാൻ വേണ്ടി ഒരു ഷോപ്പിലേക്ക് പോവാം. നമ്മൾ ഇവിടെ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് മട്ടന്റെ പല 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 അവയവങ്ങളാണ്. തലച്ചോറ്, കിഡ്നി, പയറ്, ലിവറ് അവയവങ്ങൾ തരംതിരിച്ചെടുത്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ എടുത്തിട്ടില്ല, തീർത്തിട്ടാവോ ബാക്കി ഇതെല്ലാം കൂടെ കഴിക്കത്തില്ല. അപ്പൊ അവനിപ്പോ മട്ടന്റെ ഹാർട്ട് വേണം. നിനക്ക് ഇവിടെ എന്റെ ഹാർട്ടില് പോരെടാ, മട്ടന്റെ ഹാർട്ട് എന്തിനാ നിനക്ക്? ഞാൻ വേറൊരു സാധനം എനിക്ക് വേണം, വാങ്ങിച്ചു തരുമോ? മീൻ വേണം, ഇപ്പൊ വേണം. മത്തിയല്ല, അക്വേറിയത്തിലിടാൻ ഫൈറ്റർ വേണം. അതെന്ത്? ആദ്യം പറഞ്ഞിട്ട് കഥ എടുക്കാൻ ഗൈസ് പറഞ്ഞുതരാം. ഗൈസ്, പണ്ട് ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് മീനിനെ വളർത്തുമായിരുന്നു. ഞാനും ഇവരുടെ ഫ്രണ്ട് ആയിരുന്ന സമയത്ത്. അപ്പൊ എന്റെ വീട്ടിൽ എന്റെ അമ്മ മീനെ വളർത്താൻ സമ്മതിക്കാഞ്ഞോണ്ട് എനിക്ക് ഇഷ്ടമുള്ള മീനൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് ഇവന്റെ വീട്ടില് ആണ് ഞാൻ. അപ്പൊ ഷൂട്ടിനെല്ലാം പോകുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യും, എന്റെ വീട്ടിൽ അമ്മ സമ്മതിക്കാത്തതുകൊണ്ട് ഇവന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ ആ മീനെ ഇടുമായിരുന്നു. ഓരോ ദിവസം ചെല്ലുമ്പോഴും പല പല മീനുകൾ ഇങ്ങനെ ചത്തി മലക്കും. അപ്പൊ എനിക്ക് സങ്കടമാണ്. അപ്പൊ ഇവൻ പറയും സാരമില്ല, വിഷമിക്കണ്ട, ബോഡി ഞാൻ മറവ് ചെയ്തോളാന്ന് പറയും. പിന്നെ ഞാൻ ഇത്ര ഉള്ള ജമട്ടൻ ഗോൾഡ് ഫിഷിനെ വാങ്ങിച്ചിട്ട് അത് ചാവണേന് മുമ്പ് ഒരു ദിവസം കാണുന്നില്ല. ചോദിച്ചിട്ട് പറഞ്ഞു ചത്തോണ്ട് ഞാനത് കളഞ്ഞു. പിന്നെ അവിടെ ഇവിടെ കിട്ടി ചട്ടിന്ന് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടി. ഇവനത് ഗോൾഡ് ഫിഷിനെ പൊരിച്ചു നിന്ന് എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് എന്റെ അടുത്ത് പലതവണ ചോദിക്കുന്നത്. എനിക്ക് ആ ഓർമ്മ ഇപ്പോഴും എനിക്ക് ആ സത്യം ഉരുൾ കഴിഞ്ഞിട്ടില്ല. എന്റെ പരമായ സംശയം ഇവനാ ഗോൾഡ് ഫിഷിനെ ഫ്രൈ ആക്കി തന്നില്ല. അതിൽ പിന്നെ ഞാൻ ഇതൊരു ഫിഷിനെ വാങ്ങിക്കാൻ മുതിർന്നിട്ടില്ല. ഇപ്പൊ എനിക്കൊരു ആഗ്രഹത്തിന് വാങ്ങിച്ചാൽ കൊള്ളാന്ന്. വാങ്ങിച്ചാലോ? ഉള്ളത് പറഞ്ഞാല് ആ സമയത്ത് വിശപ്പുള്ളപ്പം എന്തെങ്കിലും തിന്നുമല്ല. നിന്റെ കളലക്ഷണം പിടിച്ച മോന്ത കണ്ടാ തന്നെ അറിയാം നീ എന്നെ പൊരിച്ചു തന്നിട്ടുണ്ട്. അവന്റെ വീട്ടിലാക്കി തിരക്കല്ലേ ഇവിടെ? വീട്ടിലാക്കിയാണ്. ഇവിടെ തിരക്കല്ലേ, കൊണ്ടുവരുന്ന എങ്ങനെയാ? താങ്ക് യു സോ മച്ച്. ആണല്ലേ? അപ്പൊ അതാണ് വേണ്ടത് കേട്ടല്ലോ. അപ്പൊ എക്സ്പീരിയൻസ് വേണ്ടത്. പേരെന്തുവാ? പ്രിൻസോ? ഞാൻ കേട്ടോ പ്രൈസ്. ശരിയാകാത്ത അന്തനാണ്. ഫോട്ടോ എടുക്കാം. ഒരു കാര്യം പറഞ്ഞില്ല, അന്ന് പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്നോണ്ടും പൈസ ഇല്ല, കുക്ക് ചെയ്തൊക്കെ. ആക്ച്വലി എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം ജോർജ് കുട്ടി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഐറ്റംസ് വാങ്ങാൻ പറ്റുള്ളൂ. അതില്ലാത്തോണ്ട് അവൻ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് മീനെ ഫ്രൈ ആക്കി തിന്നുന്നത് എന്ത് വിശപ്പുണ്ട സിനിമ. അതെന്താ ജോർജ് കുട്ടി അല്ലേ കൊടുക്കുന്നേ? അല്ല, അത് താൻ വാങ്ങിച്ചിട്ടുന്നല്ലേ. എന്താണ് ജോർജ് കുട്ടി എന്ന് പറയുന്നത്? പൈസ എന്താണ് പറയുന്നത്? പണ്ടോട്ട് പറഞ്ഞ എങ്ങനെ ജോർജ് കുട്ടി എന്ന് പറയുന്നത് അറിയാൻ പാടില്ല. ഇത് മേടിക്കണോ അതല്ലേ വേറെ? അല്ല സിനിമ ഇപ്പൊ പിന്നെ ആഹാരത്തിനൊക്കെ മുട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതിനെ വെറുതെ ഞാൻ ഫ്രൈ ആക്കുന്നതിന് അന്ന് പിന്നെ ആഹാരം ഇല്ലല്ലോ. അല്ല, ഞാൻ ചത്ത മീനുകളെ ഞാൻ മറവ് ചെയ്യുന്ന പറഞ്ഞു. ഏതെടുത്തുണ്ടോ? ഒരു കരിങ്കുട്ടനെ എടുത്താലോ? നല്ല കറുകറുത്തൊരു ഫിഷ്, കറുകറുത്തൊരു കൊഴുകൊഴുത്തൊരു ഫിഷ്. പിച്ചെടുക്കണോ? എഴുന്നേക്ക്. ഞാൻ ആലോചിക്കട്ടെ ഏത് വേണമെന്ന്. 3/4 മണിക്കൂറിന് ശേഷം എടുത്തോണ്ട് പുറത്തുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ കൂട്ടാം. വെൽക്കം ടു അവർ ഫാമിലി. എടുത്തിരിക്കുന്നു. ഭംഗിയുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട്. പേരിടണ്ടേ? പേരെന്ത്? ഇതിന്റെ കളറ് ബ്ലൂവും ഓറഞ്ചും ആണ്. ഇപ്പൊ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അല്ലേ വേണ്ട. ഞാൻ ഇട്ട് വരുമ്പോ തെറിയായി പോവും. നിങ്ങൾ നല്ല നല്ല ഇതിലിടാൻ പറ്റിയ പേര് സജസ്റ്റ് ചെയ്യും. ഇന്ന് മുതൽ നമ്മുടെ വീട്ടിലാണ്. നമ്മുടെ ഐസിലുള്ള ഒരു പേര് വേണം കേട്ടോ. എന്ന് കരുതിക്കൊണ്ട് നായർന്ന് വിട്ടേക്കരുത്. സുധീഷ് മേനു, അപ്പുക്കുട്ടി നായർ. അതൊന്നും വിളിക്കാൻ എളുപ്പമുള്ള ചെറിയ പേര്. ഓക്കെ, ചെറിയ പേര്. ഇതിനെക്കുട്ടി ഇതിനെ ഫ്രൈ ആക്കരുത്. ആക്കില്ല എന്ന പ്രതീക്ഷയോടെ ഇവരെ ഞങ്ങളുടെ വീട്ടിലോട്ട് ഞങ്ങൾ എടുക്കുവാണ്. നിങ്ങളുടെ പേര് എന്തായാലും കമന്റ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ.
വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഇവനെ ചില്ലിന്റെ പാത്രത്തിലേക്ക് ആക്കാം. ഇറച്ചി കിടക്കോട്ടാ മീൻ പോയേക്കുന്നു. അത് കണ്ട ഇവിടെ എവിടെ നോക്കിയാലും സ്വീറ്റ്സും ജങ്കും മാത്രമാണ് ഇത് നടക്കുന്നത്. കിടക്കള്ള പ്രലോഭനങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. നോക്കിയാലല്ലേ പ്രലോഭിപ്പിക്കപ്പെടുള്ളൂ. നോക്കരുത്, ഇങ്ങനെ നേരെ വെക്കോ. കൗണ്ടർ വിട്ടോ ബില്ലടിക്കാൻ നമുക്ക്. ആദ്യം ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മുതൽ വയ്ക്കും. കഷ്ടം. ഒരാളെ നോക്കൂ. സർപ്പോ ബാക്കി കിട്ടണ്ടല്ലോ. മാംഗോ 50 ഗ്രാം മതി. മതിയാ? പോവാം പോവാം ചാറ് വേണം വരുന്നല്ലോ. പോവാം. അതൊക്കെ ജങ്ക്. ഇതൊന്നും ജങ്കല്ലല്ലോ. ഇവിടെ പച്ചമാങ്ങ നാച്ചുറൽ, അതെങ്ങനെ ജങ്കാവുന്നേ? പിന്നെ ഉപ്പിലിട്ടത്, ഉപ്പ് നാച്ചുറൽ, വെള്ളം എല്ലാം നാച്ചുറൽ. കടലിൽ നിന്നല്ല ഉണ്ടാക്കുന്നത്, ഉപ്പലായിട്ട് മിഷീനിലാണ് ഉണ്ടാക്കുന്നത്. നാച്ചുറൽ സാധനത്തിനൊന്നും ജങ്ക് എന്ന് പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് തല്ലും കേട്ടോ. ഉപ്പിലിട്ട സാധനം ചെയ്ത് ഭയങ്കര വീക്ക്നെസ് ആട്ടോ. ഞാൻ നിങ്ങൾക്ക് അടുത്ത ഏതെങ്കിലും വീഡിയോയില് ഡെനുവിനെ കാണുന്ന സമയത്ത് അവനൊരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു റാൻഡംലി ഒരു വീഡിയോ ഉണ്ട്, പച്ചമാങ്ങ സംഭാരം. ഞാൻ ഇങ്ങനെ ഡെനുവിനോട് പറഞ്ഞോട് ഡെനു നോക്കിയ പച്ചമാങ്ങ സംഭാരം, പച്ചമാങ്ങ ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഇല്ല ചേച്ചി ഒപ്പിക്കാം. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ അവൻ അപ്പൊ തന്നെ കടയിൽ പോയിട്ട് 3-4 മാങ്ങ വെച്ചൊരു ചേച്ചി മാങ്ങ റെഡി സംഭാരം ഉണ്ടാക്കാം. ചെറുക്കനുണ്ടല്ലോ. ഞാനും എനിക്കൂട്ട് ഡെനു മാത്രമേ കുടിച്ചോളൂ. നെക്സ്റ്റ് ടൈം അവൻ വരുമ്പോഴത്തേക്കും അത് ഉണ്ടാക്കിയ റെസിപ്പി ആണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഇവിടെ എങ്ങും നോക്കരുത്, നേരെ നമ്മൾ കൗണ്ടറിലേക്ക് പോവാം. അതെ, കണ്ണിങ്ങോട്ട് നോക്കരുത്. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാം ബില്ല് ചെയ്തോണ്ടിരിക്കുവാണ്. ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നമുക്ക് വേറെ പെർഫ്യൂം. ഓക്കെ, അപ്പൊ നമുക്കിനി പെർഫ്യൂം കട കാണാം. വീടെത്തുന്നവരെ ക്ഷമയില്ല, അതുകൊണ്ട് ഈ മാങ്ങ ഞാനിങ്ങ് എടുക്കുവാണ്. നിങ്ങൾ എനിക്ക് തരണോ? വെള്ളത്തിൽ ഇങ്ങനെ മുക്കി ശരിക്കും തന്നെ ശരി താടി തെണ്ടി, അല്ലെങ്കിൽ തൈക്ക് നാളെ അസുഖം പിടിച്ച് നന്നായിട്ട് മുക്കി. വെള്ളം തുടങ്ങ്, വായിന്ന് വരുന്ന വെള്ളം തുടങ്ങ്. നിങ്ങൾ എല്ലാരും തുടങ്ങുക, ആരും കൊതി വിടണ്ട. നാളെ തന്നെ മാങ്ങ കുറച്ച് ഉപ്പിലിട്ട് തിന്നു. പക്ഷെ കട അടച്ചോന്ന് അറിയില്ല. ഇപ്പൊ തന്നെ 9:30 മണിയായി. ഞാൻ പോയി നോക്കാം. ഞാനൊരു പെർഫ്യൂം എടുക്കാൻ വന്ന്, പെർഫ്യൂമാണ് അത്തറാണ് കൊടുത്തത്. എനിക്ക് ഇതിനെ പറ്റി വലിയ നോളജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 എടുത്തു. ഇതിനെക്കൂട്ട് 2 മേക്ക് ചെയ്യാൻ പോയിട്ടില്ല. എന്റെ ഒരെണ്ണം ഞാൻ പറഞ്ഞൊരു ഫ്ലവർ, ജാസ്മിൻ, വേറെ എന്തൊക്കെയോ ഫ്ലവർ ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് മേക്ക് ചെയ്യാണ്. അവിടെ മേക്കിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബാഗ് നിറച്ച് പെർഫ്യൂം എടുത്തിട്ടുണ്ട്. കൂട്ട പേ ചെയ്യുന്നു. നമ്മൾ അത്തർ ഓയിൽ എടുക്കുക കേട്ടോ. നമുക്ക് ഈ പെർഫ്യൂം അടിക്കാൻ ഇനി ക്യാരി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് അത്യാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. പെട്ടെന്ന് കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് വെച്ചാൽ മതി. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് പെർഫ്യൂം ഒക്കെ വാങ്ങിച്ചിറങ്ങി. നല്ല മഴ പെയ്യുന്നുണ്ട്. ആൻഡ് ടൈം ഓൾറെഡി 10 മണിയായി. നമുക്ക് വേഗം വീട്ടിൽ ചെല്ലണം. 10:30 അപ്പൊ നമുക്ക് വേഗം വീട്ടിൽ ചെല്ലണം. നമ്മുടെ കുഞ്ഞുവാവ അവിടെ അമ്മമാരുടെ കയ്യിലാണ്. ഇനി അപ്പൊ ഞാൻ സമയം കളയുന്നില്ല. അപ്പൊ വീഡിയോ ചെറുത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ വീഡിയോ എന്തായാലും ഈ വീഡിയോ ലെങ്ത് ആണ്. സോ എന്തായാലും മാക്ക് സർവീസിന് കൊടുക്കാൻ പോകുന്നത് നമുക്ക് അടുത്ത വ്ലോഗ് ആയിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്ത വ്ലോഗ് കണ്ടിപ്പാ അതുதான் നാമ പോടുവോ. സോ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. अगर आप लोगों को हमारा वीडियो पसंद लगा तो जरूर लाइक कर देना, कमेंट कर देना और आपका शेयर हमें बिल्कुल जरूरत है. അതൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, നമ്മുടെ മീൻ കുഞ്ഞിന് പേരിടുക. എത്രയും പെട്ടെന്ന് ഇടണം. നിങ്ങൾ പേരിടുന്നവരെ ഞങ്ങൾ അതിനെ ഓളീന്ന് വിളിക്കാൻ പോകുന്നത്. ഓറഞ്ചിന്റെ ഓയും ബ്ലൂയും വെച്ചിട്ട് ഒളൂന്ന് വിളിച്ചാൽ കൊള്ളൂല്ലോ. അതുകൊണ്ട് ഒളീന്ന് വിളിക്കുന്നത്.
അപ്പൊ നിങ്ങൾ പേരിടുന്നവരെ ഞാൻ വിളിക്കുന്ന ഈ വൃത്തിയുടെ പേരൊന്ന് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഉടനെ പേരിടുക. അപ്പൊ അടുത്ത വീഡിയോ